പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് വാർത്തകൾ പറഞ്ഞു തുടങ്ങാം. ഇതിൽ ആദ്യം തന്നെ നമ്മൾ പോകുന്നത് അജിത് പവാർ ഉൾപ്പെടെ 5 പേരുടെ ജീവനെടുത്ത ഒരു വിമാന ദുരന്തം ഉണ്ടായി. ആ സങ്കടത്തിലും ആ ഞെട്ടലിലും ഒക്കെയാണ് രാജ്യം. ഈ വിമാന അപകടത്തിലെ ഈ വിമാന ദുരന്തത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വന്നിരിക്കുകയാണ്. അന്വേഷണ റിപ്പോർട്ട് 60 മണിക്കൂറിനുള്ളിൽ സമർപ്പിക്കണമെന്നാണ് DGCAക്ക് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. വിമാനം 2 തവണ ലാൻഡിങ്ങിന് ശ്രമിച്ചതിൽ ദുരൂഹതയുണ്ടെന്നാണ് സംശയം. ശരത് ലാൽ വിവരങ്ങളുമായി ചേർന്നു തത്സമയം ഡൽഹിയിൽ നിന്ന്. ശരത്, ഗുഡ് മോർണിംഗ്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രിയുടെ ഇടപെടൽ വന്നിരിക്കുന്നു. ദുരൂഹത സംശയങ്ങളൊക്കെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്. എന്താണ് DGCയുടെ നടപടി? ഈ പ്രധാനമന്ത്രി പറഞ്ഞതുപോലെ 60 മണിക്കൂറിനുള്ളിൽ തന്നെ റിപ്പോർട്ട് സമർപ്പിക്കാനാണോ നീക്കം? ശരത്ത്, ഗുഡ് മോർണിംഗ് സേതുലക്ഷ്മി. കാരണം DGCA അന്വേഷണം ഇപ്പോൾ അഹമ്മദാബാദ് അപകടമുണ്ട്, അന്വേഷണം ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല, റിപ്പോർട്ട് വന്നിട്ടില്ല, ഇടക്കാല റിപ്പോർട്ട് മാത്രം വന്നു. ഈ സാഹചര്യത്തിലാണ് കാരണം അജിത് പവാറിനെ പോലുള്ള ഇന്ത്യൻ രാഷ്ട്രീയത്തിലും മഹാരാഷ്ട്രത്തിലെയും വലിയൊരു വ്യക്തിത്വത്തിൻ്റെ ഒരു മരണമുണ്ടാക്കിയ ഒരു അപകടത്തെ സംബന്ധിച്ച എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് വേണം. പാർലമെൻറ്റ് സമ്മേളനത്തിൻ്റെ ഇടയിൽ തന്നെ റിപ്പോർട്ട് അവതരിപ്പിക്കണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസും പ്രധാനമന്ത്രി ഇന്നലെ സിവിൽ ഏവിയേഷൻ മന്ത്രിക്കും അതേപോലെ സെക്രട്ടറിക്കും നിർദ്ദേശം നൽകിയത്. 60 മണിക്കൂർ കൊണ്ട് പ്രാഥമിക റിപ്പോർട്ട് പാർലമെന്റിൽ വെക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അന്വേഷണം വേണമെന്നാണ് പ്രധാനമന്ത്രിയുടെ ഓഫീസിന്റെ ആവശ്യം. ഇതിനനുസരിച്ചിട്ട് ഇതിനനുസരിച്ചുള്ള വളരെ പെട്ടെന്നുള്ള നടപടിക്രമങ്ങൾ DGCA നടത്തിക്കൊണ്ടിരിക്കുന്നു. 3 അംഗ കമ്മിറ്റി നിയോഗിച്ചു. ബ്ലാക്ക് ബോക്സ് പരിശോധനയ്ക്ക് ഇന്നലെ രാത്രി തന്നെ അയച്ചു. ഇത് തുടങ്ങിയ മുഴുവൻ എല്ലാ ഓഡിയോ വീഡിയോ സന്ദേശങ്ങളും പൈലറ്റും ATCയും എല്ലാ സന്ദേശങ്ങളും സംബന്ധിച്ച് കാര്യങ്ങളൊക്കെ ഇന്നലെ തന്നെ ഡൽഹിയിൽ എത്തിച്ചിട്ടുണ്ട്. അന്വേഷണ ഉദ്യോഗസ്ഥർ കാര്യങ്ങൾ വേഗത്തിൽ തന്നെ കാര്യങ്ങൾ നടത്തുന്നു. പ്രധാനമന്ത്രിയുടെ ഓഫീസ് ഇടപെട്ടോടെ എന്നാണ് നമുക്ക് ലഭിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ എന്തുകൊണ്ടാണ് പൈലറ്റ് റൺവേ 3000 അടി റൺവേ കാണില്ല എന്ന് പറഞ്ഞും അതായത് വിസിബിലിറ്റി ഇല്ല എന്ന് പറഞ്ഞ ശേഷം പെട്ടെന്ന് തന്നെ തിരിച്ച് വിമാനം ഉയർത്തുകയും ലാൻഡിങ് ഉപേക്ഷിക്കുകയും ചെയ്ത ശേഷം രണ്ടാമത് എന്തുകൊണ്ട് അതേ സ്ഥലത്ത് തന്നെ അതേ റൺവേ 11 തന്നെ ഇറക്കാൻ ശ്രമിച്ചു എന്നതാണ് ഇപ്പോൾ അന്വേഷണ ഉദ്യോഗസ്ഥരുടെ മുമ്പിലെ പ്രധാനപ്പെട്ട ചോദ്യം. അതുപോലെ തന്നെ ATCയുമായിട്ട് അവസാനത്തെ 1 മിനിറ്റിൽ എന്താണ് പൈലറ്റ് കൺവേ ചെയ്തത് എന്നതിനെ സംബന്ധിച്ചും അവ്യക്തത തുടരുകയാണ്. ഇത് ബ്ലാക്ക് ബോക്സ് കിട്ടിയാൽ പരിശോധന നടത്തിയാൽ മാത്രമേ ഇത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ എന്നാണ് DGCA വൃത്തങ്ങൾ അറിയിക്കുന്നത്. ഏതായാലും ബ്ലാക്ക് ബോക്സ് ഡൽഹി വിദഗ്ധ പരിശോധനയ്ക്കൊന്നും എത്തിയിട്ടുണ്ട്. നമുക്കറിയാം ഡൽഹിയിൽ ശ്രീലക്ഷ്മി ഇപ്പോൾ തന്നെ നമുക്കറിയാം ഡൽഹി ഉത്തരേന്ത്യയിൽ കാഴ്ചയില്ല. ഇപ്പോൾ 7 മണി കഴിഞ്ഞു. നമ്മൾ നിൽക്കുന്നത് ഡൽഹി ഇന്ത്യ ഗേറ്റിൻ്റെ വർത്തന. ഇപ്പോൾ നമുക്ക് ഈ വിഷ്വൽസ് നോക്കിയാൽ കാണാൻ പറ്റും. ഇപ്പോൾ തന്നെ യാതൊരുവിധ അതായത് ഉത്തരേന്ത്യയിൽ മൊത്തത്തിൽ തന്നെ ഒരു കാഴ്ചക്കുറവുള്ള അതായത് വിസിബിലിറ്റി ഇല്ലാത്തൊരു സമയമാണ്. ഈ സമയത്ത് ഇത്തരം ഒരു എമർജൻസി ലാൻഡിങ്ങിൽ എത്ര റിസ്ക് എടുക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു പൈലറ്റിന് എന്നുള്ളതാണ്. എന്നാൽ പൈലറ്റിനെ കുറ്റം പറയുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ പോകരുതെന്ന് ഓൾ ഇന്ത്യ പൈലറ്റ് അസോസിയേഷൻ ഇന്നലെ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. കാരണം അത് സംബന്ധിച്ച DGCA അന്വേഷണം വരട്ടെ, അതിനു മുമ്പേ പൈലറ്റിന്റെ നിങ്ങൾ കുറ്റം പറയരുത് എന്നാണ് പൈലറ്റ് സംഘടന ഇന്നലെ DGCയുടെ അന്വേഷണ റിപ്പോർട്ട് പ്രധാനമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് നിശ്ചിത മണിക്കൂറിനുള്ളിൽ വരുമോ ഇല്ലയോ എന്നുള്ളത്. അപ്പോൾ തന്നെ ഇപ്പോൾ ശരത്ത് കാണിച്ച പോലെ ആ വിഷ്വൽസ് കാണുമ്പോൾ തന്നെ നമുക്കറിയാം അവിടെ വിസിബിലിറ്റി ഒട്ടും ഇല്ല എന്നുള്ളത്. അപ്പം ഇതിനിടയ്ക്ക് എന്തിനാണ് ഈ ഒരു കാലാവസ്ഥയിൽ എന്തിനാണ് ഒരു എമർജൻസി ലാൻഡിങ്ങിന് മുതിർന്ന തുടങ്ങിയ ചോദ്യങ്ങളൊക്കെ നിൽക്കുന്നുണ്ട്. നോക്കാം ഈ അന്വേഷണ റിപ്പോർട്ട് എങ്ങനെയാണ് വരുന്നതെന്ന്.